മിഥുൻ മരിച്ച സ്കൂളിലേക്കാണ് ഇപ്പോൾ എത്തുന്നത്. മന്ത്രിക്കൊപ്പം തന്നെ കോവൂർ കുഞ്ഞുമോൻ MLA-യും അവിടുത്തെ ജനപ്രതിനിധികൾ, ജില്ലയിലെ പ്രധാനപ്പെട്ട CPM-ന്റെ നേതാക്കന്മാർ ഉണ്ട്. നേരത്തെ പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ സന്ദർശനം നടത്തിയ ശേഷമാണ് ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി സ്കൂളിലേക്ക് എത്തുന്നത്. സ്കൂളിലേക്ക് എത്തുന്നതിന് തൊട്ട് മുൻപ് തന്നെ പ്രധാന അധ്യാപികയ്ക്ക് എതിരെയുള്ള നടപടി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. സ്കൂൾ മാനേജ്മെന്റ് പ്രതിനിധികൾ ഉൾപ്പെടെ ഉള്ളവരാണിപ്പോൾ മന്ത്രിക്ക് ഒപ്പമുള്ളത്. മന്ത്രിക്കൊപ്പം തന്നെ ധനമന്ത്രി KN ബാലഗോപാൽ ജില്ലയിലെ മന്ത്രിയാണ്. അങ്ങനെ പ്രധാനപ്പെട്ട നേതാക്കന്മാർക്കൊപ്പമാണ് വിദ്യാഭ്യാസ മന്ത്രി ഇപ്പോൾ സ്കൂളിലേക്ക് എത്തുന്നത്. സ്കൂളിൽ നടന്ന സംഭവങ്ങൾ, മിഥുൻ മരണപ്പെട്ട സാഹചര്യങ്ങൾ, ഇതൊക്കെ തന്നെ നേരിട്ട് അറിയുക. അവിടുത്തെ അധ്യാപകരോടും നാട്ടുകാരോടും രക്ഷിതാക്കളോടും ഒക്കെ തന്നെ കാര്യങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടിയാണ് വിദ്യാഭ്യാസ മന്ത്രി നേരിട്ട് എത്തുന്നത്. അല്പസമയത്തിനകം തന്നെ വിദ്യാഭ്യാസ മന്ത്രി മരണപ്പെട്ട മിഥുന്റെ വീട്ടിലേക്കും എത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വലിയ സുരക്ഷാ ഒരുക്കങ്ങൾ ഉണ്ട്, തീർത്തിട്ടുണ്ട്. കണ്ണൻ നായർ ചേരുന്നുണ്ട്. കണ്ണൻ, മന്ത്രി എത്തുകയാണ്. മന്ത്രിക്കൊപ്പം തന്നെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ കൂടിയുണ്ട്. പ്രതിഷേധിക്കാൻ വേണ്ടി ചിലരൊക്കെ കൂടി നിൽക്കുന്നുണ്ടല്ലോ. എന്താണ് സുരക്ഷ സംബന്ധിച്ചൊക്കെയുള്ള കാര്യങ്ങൾ? വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി ഇപ്പോൾ ആ കുഞ്ഞ് മരിച്ച സ്കൂളിലെ ക്ലാസ് മുറിയിലേക്ക് എത്തുകയാണ്. അവിടേക്ക് വരുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ധനമന്ത്രി KN ബാലഗോപാൽ, CPM-ന്റെ ജില്ലാ സെക്രട്ടറി S. സുദേവൻ അടക്കമുള്ള ജില്ലയിലെ പ്രമുഖ നേതാക്കന്മാരെല്ലാവരും തന്നെ മന്ത്രിക്കൊപ്പമുണ്ട്. മന്ത്രി ഇന്നലെ ആ പോസ്റ്റ്മോർട്ടം നടന്ന സമയത്ത് പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിയിരുന്നു. അതിനുശേഷം തിരിച്ച് തിരുവനന്തപുരത്തേക്ക് പോയി. ഇന്നാണ് അദ്ദേഹം ആദ്യം വീട്ടിലേക്ക് എത്തും എന്നാണ് അറിയിച്ചിരുന്നത്. എന്നാൽ വീട്ടിലേക്ക് എത്തുന്നതിന് മുമ്പ് അദ്ദേഹം സ്കൂളിലേക്ക് എത്തി. സ്കൂളിൽ ആ കുട്ടി മരിച്ച സ്ഥലത്ത്, ആ ഷെഡ് പ്രവർത്തിക്കുന്ന സ്ഥലത്തേക്കാണ് ഇപ്പോൾ അദ്ദേഹം പോകുന്നത്. ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഷെഡ് പ്രവർത്തിക്കുന്ന സ്ഥലത്തേക്ക് പോകുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കൊല്ലത്തെ CPM-ന്റെ എല്ലാ പ്രമുഖ നേതാക്കന്മാരും ഇപ്പോൾ അദ്ദേഹത്തോടൊപ്പമുണ്ട്. ഒപ്പം തന്നെ ധനമന്ത്രി KN ബാലഗോപാൽ അടക്കമുള്ള ആൾക്കാർ അദ്ദേഹത്തെ അനുഗമിക്കുന്നുണ്ട്. നേരത്തെ CPM-ന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ 2 മണിയോടുകൂടി അദ്ദേഹം എത്തിയിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം നേരെ ഇവിടേക്ക് ഈ സ്കൂളിലേക്ക് എത്തിയിരിക്കുന്നത്. സ്കൂളിൽ ആദ്യം അദ്ദേഹം കാണുന്നത് ഇവിടുത്തെ അപകടം നടന്ന ആ ഷെഡിന്റെ ദൃശ്യങ്ങളാണ്. ഷെഡിലെ അവസ്ഥയാണ് ഇപ്പോൾ അദ്ദേഹം നോക്കിക്കാണുന്നത്. അതിനുശേഷം അദ്ദേഹം കനത്ത പോലീസ് വലയത്തിലാണ് വിദ്യാഭ്യാസ മന്ത്രി ഇപ്പോൾ തേവലക്കര UP സ്കൂളിലേക്ക് എത്തുന്നത്. മിഥുൻ മരിച്ച സ്കൂളാണത്. ആ സ്കൂളിൽ മിഥുൻ്റെ ക്ലാസ്സിലേക്ക് ഉൾപ്പെടെയാണ് അദ്ദേഹം സന്ദർശനം നടത്തിയിരിക്കുന്നത്. കനത്ത പോലീസ് വലയത്തിലാണ് മന്ത്രി എത്തുന്നത്. മന്ത്രിക്കൊപ്പം തന്നെ ജില്ലയിലെ പ്രധാനപ്പെട്ട മന്ത്രി കൂടിയായ, പ്രധാനപ്പെട്ട CPM നേതാവ് കൂടിയായ KN ബാലഗോപാൽ അനുഗമിക്കുന്നുണ്ട്. ജില്ലയിലെ നേതാക്കൾ, ജില്ലാ സെക്രട്ടറി, മറ്റ് CPM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ, സ്കൂൾ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട പ്രതിനിധികൾ, നാട്ടുകാരൊക്കെ ഇപ്പോൾ അവിടെ തടിച്ച് കൂടിയിട്ടുണ്ട്. മന്ത്രി അല്പസമയത്തിനകം തന്നെ മിഥുൻ്റെ വീട്ടിലേക്ക് കൂടി എത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സുരക്ഷാ വലയം തീർത്തുകൊണ്ടാണ് മന്ത്രി അവിടേക്ക് എത്തിച്ചിരിക്കുന്നത്. ഇന്ന് സ്കൂളിന് മുന്നിലേക്ക് യുവജന സംഘടനകളുടെയും വിദ്യാർത്ഥി സംഘടനകളുടെയും നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രതിഷേധം കണക്കിലെടുത്തുകൊണ്ട് വലിയ സുരക്ഷാ ഒരുക്കങ്ങൾ തന്നെ തീർത്തിരിക്കുന്നു. മന്ത്രിക്ക് നേരെ ഉള്ള പ്രതിഷേധങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് വലിയ സുരക്ഷാ ഒരുക്കങ്ങളാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. മന്ത്രി V. ശിവൻകുട്ടി, വിദ്യാഭ്യാസ മന്ത്രി, തേവലക്കര ബോയ്സ് സ്കൂളിലേക്ക് എത്തുകയാണ്.